സ്വർഗീയ നല്ല കർത്താവേ, നാഥാനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൂക്ഷിച്ചിട്ടുള്ള, ഞങ്ങളെ കരുതുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന എല്ലാ വിധങ്ങൾക്കായും സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ കർത്താവെ, ഓരോ പെരുമാറ്റത്തിലും ഓരോ ഇടപാടുകളിലും യാത്രകളിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളെ അതിശയകരമായി നടത്തുന്ന അവിടുത്തെ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ നാഥ. കർത്താവെ, അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത് ഒരു അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ മക്കളെല്ലാം പേരായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവമേ, ഏതെങ്കിലും വിഷയത്തിൻ്റെ മധ്യഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവെ, അവിടുത്തെ സാന്നിധ്യത്താൽ സൗഖ്യമാക്കുമാറാകണമേ, വിടുതലയക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ശാരീരിക, മാനസിക, ആത്മീക തലങ്ങളെ അവിടുന്ന് തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം പ്രാപിപ്പാൻ, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു നാഥാ. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി ഇന്ന് പകലും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ കർത്താവെ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ, നല്ല ദൈവികാലോചനകളെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവിൻ്റെ നിറവോടെ കർത്താവ് ശുശ്രൂഷിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമേ ഇതങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നാഥ. തിരുമേശ ഞങ്ങളുടെ മധ്യ ഉണ്ടല്ലോ, അതിൽ നിന്നും ഭാഗവാക്കുകളാകുവാൻ അടിയങ്ങളെ ബലപ്പെടുത്തണം. ദൈവകരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്നു. സകലമാനും മഹത്വം അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പുകഴ്ത്തീൻ. യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. ചേർന്ന് പാടി കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. Hallelujah. Praise the Lord. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. പുകഴ്ത്തീൻ 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 വാഴ്ത്തി പുകഴ്ത്തീൻ. പുകഴ്ത്തീൻ 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 വാഴ്ത്തി പുകഴ്ത്തീൻ. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. യേശുവിൻ രാജത്വം നിത്യമേ, ആധിപത്യവും സന്തതമാവേ. യേശുവിൻ രാജത്വം നിത്യമേ, ആധിപത്യവും സന്തതമാവേ. സേവിക്കുമേ ഒരു സന്തതി, വർണ്ണിക്കുമേ അവൻ നീതി. സേവിക്കുമേ ഒരു സന്തതി, വർണ്ണിക്കുമേ അവൻ നീതി. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയിൽ ഓർമ്മയെ. വർണ്ണിക്കും ഹീനനും യേശുവിൻ നന്മയിൽ ഓർമ്മയെ. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. പുകഴ്ത്തീൻ യേശുവെ പുകഴ്ത്തീൻ, നാം രക്ഷകനെ എന്നും വാഴ്ത്തീൻ. കൃപയും ദീർഘക്ഷമയോ, മഹദയയും കരുണയുമുള്ളോ. കൃപയും ദീർഘക്ഷമയോ, മഹദയയും കരുണയുമുള്ളോ. നല്ലവൻ അവനെല്ലാവർക്കും, താൻ പ്രവർത്തികളോടുമെല്ലാം. നല്ലവൻ അവനെല്ലാവർക്കും,
നാം പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി ശാരോനിൻ പനിനീർ പുഷ്പമേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ ശാരോനിൻ പനിനീർ പുഷ്പമേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ വെണ്മയും ചുവപ്പുമുള്ളവർ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ വെണ്മയും ചുവപ്പുമുള്ളവർ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനെ എന്നുമേ ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനെ എന്നുമേ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി ആദ്യനോ വന്ധ്യനും വന്ധ്യനോ ആദിജാതനും എന്നും അരഞ്ജനോ ആദ്യനും വന്ധ്യനും വന്ധ്യനോ ആദിജാതനും എന്നും അരഞ്ജനോ സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നോട് ദുർഗവും സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നോട് ദുർഗവും വിളിച്ചോർ വിശ്വസ്തൻ വീണ്ടും വാരുന്നവരെ വിളിച്ചോർ വിശ്വസ്തൻ വീണ്ടും വാരുന്നവരെ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോർ പങ്കാം ജീവവൃക്ഷം ജയിപ്പിൻ കുഞ്ഞാട്ടിൻ സ്വർഗസിംഹാസനേ ജയിപ്പിൻ കുഞ്ഞാട്ടിൻ സ്വർഗസിംഹാസനേ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നും വാഴ്ത്തി ശാരോനിൻ പനിനീർ പുഷ്പമേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ ശാരോനിൻ പനിനീർ പുഷ്പമേ പതിനായിരത്തിലും ശ്രേഷ്ഠരേ വെണ്മയും ചുവപ്പുമുള്ളവർ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ വെണ്മയും ചുവപ്പുമുള്ളവർ പ്രാണപ്രിയൻ സുന്ദര രക്ഷകൻ ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനെ എന്നുമേ ചുംബിപ്പിൻ സേവിപ്പിൻ സിയോനിൽ രാജനെ എന്നുമേ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നും വാഴ്ത്തി ആദ്യനോ വന്ധ്യനും വന്ധ്യനോ ആദിജാതനും എന്നും അരഞ്ജനോ ആദ്യനോ വന്ധ്യനും വന്ധ്യനോ ആദിജാതനും എന്നും അരഞ്ജനോ സത്യവും ജീവനും മാർഗവും ആദിപിതാവും എന്നോട് ദുർഗവും സത്യവും ജീവനും മാർഗവും നിത്യപിതാവും എന്നോട് ദുർഗവും
വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവരെ വിളിച്ചോൻ വിശ്വസ്തൻ വീണ്ടും വരുന്നവൻ അവരെ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നു വാഴ്ത്തി അവൻ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകരെ എന്നു വാഴ്ത്തി പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ പാപവും യാതൊരു ശാപവും യെരൂശലേമിൽ ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോ പങ്കാ ജീവവൃക്ഷം ശുഭ്രമാം ജീവജലനദി ജയിക്കുന്നോ പങ്കാ ജീവവൃക്ഷം ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗ്ഗസിംഹാസനേ ജയിപ്പിൻ കുഞ്ഞാട്ടിൽ സ്വർഗ്ഗസിംഹാസനേ പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നു വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്നു വാഴ്ത്തി പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി ഓ പുകഴ്ത്തി 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 വാഴ്ത്തി പുകഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി എന്ന് വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്ന് വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി നാം രക്ഷകനെ എന്ന് വാഴ്ത്തി പുകഴ്ത്തി യേശുവെ പുകഴ്ത്തി എന്ന് വാഴ്ത്തി glory 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 amen 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 oh praise the Lord hallelujah hallelujah glory 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 hallelujah hallelujah glory 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 amen amen oh glory 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 hallelujah 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 glory 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 hallelujah hallelujah യേശുവിനെ glory 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 hallelujah hallelujah glory 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 hallelujah hallelujah യേശുവിൻ നാമം യേശുവിൻ hallelujah hallelujah glory 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 രക്തം ചെയ്യും രക്തം ചെയ്യും യേശുവിൻ രക്തം യേശുവിൻ നാമം യേശുവിൻ നാമം യേശുവിൻ നാമം ഓ Oh,
Hallelujah. 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 Amen. Amen. Hallelujah. കർത്താവേ, അങ്ങേക്ക് മഹത്വം നാഥാ. ഹല്ലേലൂയ. 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 കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധി വീണ്ടും അടച്ച് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ച് തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടെങ്കിൽ അത് ആമേ സ്തോത്രം ആസ്വദിക്കുവാൻ, അത് അനുഭവിച്ചറിയുവാൻ കർത്താവ് നമ്മെ ഇടയാക്കേണ്ടതിന്, കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും കർത്താവ് ബലപ്പെടുത്തേണ്ടതിന്, ആമേ നമ്മിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയെ, ആമേ കർത്താവിൻ്റെ ദാനമായിരിക്കുന്ന ശക്തിയെ ഇന്ന് പകൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആമേ സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ കർത്താവ് ഇടയാക്കേണ്ടത് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നല്ല ഗാനങ്ങൾ പാടി വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തണം. ആമേ കർത്താവ് നമ്മോട് സംസാരിക്കണം, നല്ല സാക്ഷ്യങ്ങൾ എഴുന്നേൽപ്പിക്കണം. ആമേ സ്തോത്രത്തിരുമേശം നമ്മുടെ മധ്യമുണ്ടല്ലോ, അതിൽ നിന്ന് പങ്കാളികളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. കടന്നു വന്നിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ദൈവമേ, സ്വർഗീയ നല്ല കഥാവേ, മനോഹരമായ സമയത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. സംഭവം ഒരാഴ്ചക്കാലം ഞങ്ങൾ വിട്ട് കടന്നുപോയി കഥാവേ. ഒരാമരനാപത്തുകളെ പടർന്നൊക്കെ ദൈവം വിടുവിച്ച് സൂക്ഷിച്ച് പരിപാലിച്ച് കഥാവേ. പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമേ സഭയായി ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപകൾക്കായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. ഹല്ലേലൂയ പാടുവാൻ ഞങ്ങൾ കൃപ തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പിന്നെയും പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയതിനായ ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. ഈ പൽക്കാലം കഥാവേ അനുഗ്രഹിക്കപ്പെട്ട സംഗീതം ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ ഞങ്ങളുടെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. ഹല്ലേലൂയ സ്തോത്രം കഥാവേ. കടന്നു വരാനുള്ളവരെയും തക്ക സമയത്ത് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ ഞങ്ങൾ ഒരുപോലെ അനുഗ്രഹിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ വിധങ്ങൾക്കായി നന്ദി പറയുന്നു കഥാവേ. നൽകിയ എല്ലാ ദാനങ്ങൾക്കായും ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. പിന്നെയും കഥാവിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കഥാവേ. അനുഗ്രഹിക്കപ്പെട്ട കഥാവേ വന ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. ഹല്ലേലൂയ അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യമായ കൃപ ദൈവമേ വചനത്തിൽ കൂടി ഞങ്ങൾക്ക് നൽകുവാൻ ദൈവദാസൻ ദൈവം ബലപ്പെടുത്തണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥന ദൈവദാസനായ കുടുംബത്തിനായ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം ദൈവം ഞങ്ങളുടെ ദേശത്ത് നടത്തുവാൻ ദൈവം സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കഥാവേ. പിന്നെയും ദൈവത്തിൻ്റെ കൃപയിൽ പരിപാലനത്തിൽ ദൈവം സൂക്ഷിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടുന്ന് സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവേ. കർത്തൃമേശം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ കഥാവേ. അതിന് പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു പിതാവേ. അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ആപത്തുകൾ, അപകടങ്ങൾ, പെട്ടെന്നാದ മരണങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിച്ച കഥാവേ. ദേശത്ത് സമാധാനത്തോടെ സന്തോഷത്തോടെ സൂക്ഷിക്കുന്ന പരിപാലിക്കുന്ന അവിടുത്തെ എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയുന്നു കഥാവേ. അവിടുന്ന് പിന്നെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവേ. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. സകല ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ. അവിടുന്ന് സഹായിക്കണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കൗൺസിലിനായി സ്തോത്രം ചെയ്യുന്നു കഥാവ് സഹായിക്കണമേ. കഴിഞ്ഞ വർഷക്കാലം ദൈവം സഭയെ നടത്തുവാൻ കഥാവ് കൃപ ചെയ്തതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു കഥാവെ. പിന്നെയും കഥാവെ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു കഥാവെ. അല്പസമയം ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നത് തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 146 സങ്കീർത്തനം ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് 146 ബാക്കി പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അതിൻ്റെ 10ാമത്തെ വാക്യം അവസാന വാക്യം ചേർന്ന് പാടിയും കർത്താവിന് മഹത്വം കരയറ്റാമല്ലോ. 146 സങ്കീർത്തനം. യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്കാം. യഹോവയെ സ്തുതിക്കും. ജീവനുള്ള കാലത്തോളം ഞാൻ ദൈവത്തിന്
കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവന് ശ്വാസം പോകുന്നു, അവൻ മണ്ണിൽ തിരിയുന്നു, അവൻ തന്നെ അവനെ നിരൂപണങ്ങൾ നിശ്ചയിക്കുന്നു. യാക്കോബിന്റെ ദൈവം സഹായമായി, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവരുടെ ധനവും ഉണ്ടാക്കി, അവൻ നിന്നെ വിശ്വസ്തനാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ അഴിച്ചുവിടുന്നു, യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. വാഴും സിയോനെ തലമുറയോളം യഹോവേ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരല്പസമയം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ ഓർത്ത്, അവിടുന്ന് ചെയ്തിട്ടുള്ള നന്മകളെ ഓർത്ത്, അവിടുന്ന് നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, കരുതിയ വിധങ്ങളെ, പരിപാലിച്ച വിധങ്ങളെ ഓർത്ത്, ഹല്ലേലൂയ, ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ ഉപകാരങ്ങൾക്കുമായി നമ്മുടെ ആദരങ്ങളെ തുറന്നൊരല്പസമയം ഹല്ലേലൂയ, 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 അവിടുന്ന് നമ്മെ സ്നേഹിച്ചതിനെ ഓർത്താൽ പ്രിയ ദൈവത്തിന്റെ പൈതലെ എത്ര സ്തോത്രം ചെയ്താൽ മതിയാകും, എത്ര സ്തുതിച്ചാൽ മതിയാകും. ജീവൻ നൽകി നമ്മെ സ്നേഹിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, മക്കളും അവകാശികളുമാക്കി തീർത്ത് ഇന്ന് പകലും ധൈര്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ആ പുത്രത്വത്തിന്റെ അവകാശം നമുക്ക് നൽകി ആ കൃപാസനത്തോട് ധൈര്യത്തോടെ ഭയം കൂടാതെ ഹല്ലേലൂയ അടുത്തു വരുവാൻ നമ്മെ ഇടയാക്കിയതോർത്ത് താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കർത്താവിനെ നന്ദിയുള്ള ഹൃദയത്തോടെ ആമേൻ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർ പൂ പോലെ മൃദുലം. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടാം. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഓ എനിക്കൊരു ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്നും യേശുവെ ഞാൻ ഒരിക്കലും നിരച്ചതില്ല. ആദിരായത്തിലാതിശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ, എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാതൻ, സർവാംഗ സുന്ദരേശു. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. മരുഭൂമിയിൽ അർദ്ധപ്രാണനാ ഒരു കണ്ണും കാണാ
എഴുതിയ ഗീതം ഒരു പനിനീ പോലെ മൃദുലം. സ്വർഗഭവനം ഒരുക്കി, ഓ സ്വർഗഭവന ഒരുക്കി എന്നെ, വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. സ്വർഗഭവന ഒരുക്കി എന്നെ, വേഗമെന്നെ ചേർപ്പാൻ എന്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. ആ നല്ല നാളിനായി കാത്തിരുന്നേ, സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. ഓ എന്റെ ഹൃദയത്തെ തൊടുവാൻ, ഒളിവിൽ താലോടുവാൻ, യേശുവിൽ പോരായും ഞാൻ കണ്ടതില്ല. ഓ ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിലച്ചതില്ല. അതിശ്രേഷ്ഠൻ ഏറ്റവും പ്രിയമുള്ളതാണ് എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദര യേശു. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോടു പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. എനിക്കൊരു ഉത്തമ ഗീതം എന്റെ പ്രിയനോട് പാടുവാനുണ്ട്. എന്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. Praise the Lord. Hallelujah. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു ഗാനം കൂടെ പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. പരമരാജ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനംതോറും അതിരാവിലെ, തരികനാഥ പുതിയ വരം അരുളുക രാവിലെ. ഇന്ന് ഏഴകൾക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വം. പരമരാജാ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ, താരികനാഥ പുതിയ വരം അരുളുക രാവിലെ വേളകൾക്ക്. ഓ പരമരാജാ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ, താരികനാഥ പുതിയ വരം അരുളുക രാവിലെ വേളകൾ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന ഏഴകളാ ഞങ്ങൾക്ക് കീഴുക, ഏഴകളാ ഞങ്ങൾക്ക് കീഴുക. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. തിരുവാഗ്ദ
കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ തേകിടുക, ഏഴകളാം ഞങ്ങൾ തേകിടുക. മക്കൾ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. മക്കൾ മേരി അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. ഈ ദിനത്ത് ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഈ ദിനത്ത് ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ തേകിടുക, ഓ ഏഴകളാം ഞങ്ങൾ തേകിടുക. യേശോരാ പരമസുരാ അതിരാവിലെ ഞങ്ങൾ കരുളണമേ. ഓ യേശോരാ പരമസുരാ അതിരാവിലെ ഞങ്ങൾ കരുളണമേ. ഓ കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേകിടുക, ഏഴകളാം ഞങ്ങൾ കേകിടുക. ഓ അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. അതിരാവിലെ തിരുമുഖത്തെ നോക്കിടുന്ന ജനം ശോഭിച്ചിടും. തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. തിരുവാഗ്ദത്തത്തിൽ ആശ്രയിച്ചു പരമപിതാവിനെ സ്തുതിച്ചിടുന്നു. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേകിടുക, ഏഴകളാം കേകിടുക. അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. അതിരാവിലെ കൂട്ടരുമായി അങ്ങ് തേടി വന്നു. ഈ ദിനത്ത് ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഈ ദിനത്ത് ഏഴയിതാ രാവിലെ തിരുമുൻപിൽ വണങ്ങിടുന്നു. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേകിടുക, ഓ ഏഴകളാം ഞങ്ങൾ കേകിടുക. യേശോരാ പരമസുതാ അതിരാവിലെ ഞങ്ങൾ കരുളണമേ. യേശോരാ പരമസുതാ അതിരാവിലെ ഞങ്ങൾ കരുളണമേ. ഓ കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. കുരിശെടുത്തു ഗുരുവരന്റെ അതിരറ്റ വേലകൾ ചെയ്തിടുവാൻ. ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം ഞങ്ങൾ കേകിടുക, ഏഴകളാം ഞങ്ങൾ കേകിടുക. പരമരാജാ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. ഓ പരമരാജാ ഗുരുവരനെ സ്തുതിക്കുന്നു ദിനം തോറും അതിരാവിലെ. തരികനാഥാ പുതിയ വര അരുളുകരാവിലെ വേളകൾക്ക്. തരികനാഥാ പുതിയ വര അരുളുകരാവിലെ വേളകൾക്ക്. ഓ ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം
ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം തേകിടുക, ഓ ഏഴകളാം തേകിടുക, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ജീവൻ കൊടുക്കുന്ന പുതിയ മന്ന, ഏഴകളാം തേകിടുക, ഓ ഏഴകളാം തേകിടുക, ഓ ഏഴകളാം തേകിടുക, ഓ ഏഴകളാം തേകിടുക. Glory, 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 glory. Hallelujah, hallelujah, hallelujah. Glory, 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 glory. Amen, 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 amen. Oh, 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 oh. Glory, 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 glory. Hallelujah, hallelujah. യേശുവിനാ, 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 യേശുവിനാ. Oh, oh, oh. Glory, 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 glory. Hallelujah, 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 hallelujah. Amen, amen, amen. Oh, 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 oh. Glory, 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 glory. യേശുവിനാ, 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 യേശുവിനാ. Hallelujah, hallelujah. Glory, 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 glory. Glory, 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 glory. Glory, 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 glory. Hallelujah, hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. യേശുവിനാ, യേശുവിനാ. Oh, oh, oh. Amen, 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 amen. Oh, oh, oh. Glory, 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 glory. Amen, amen, amen. Glory to God, glory to God. യേശുവിനാ. Thank you, Lord. Glory, glory, glory. Hallelujah. Rabana Hakara Babal Kaudaragar. Oh, the Baba Kabar Kabaga Shandara Jagak. Urabana Hatara Gana Baba Have. Thank you, Jesus. Hallelujah. 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 Dikara Bala Bala Hathuraba Shambabaraga. Amen. Hallelujah. Rikara Baraga Shandara. Karthavinu Mahatum, Karthavinu Mahatum. Hallelujah. Hallelujah. Karthave. അവിടുത്തെ സന്നിധിയിലായിരിക്കാനും അങ്ങേക്ക് മഹത്വം കരയേറ്റുവാനും നൽകി തന്ന നല്ല അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജീവൻ പകരുന്ന പുതിയ മന്ന ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങിൽ ആശ്രയിപ്പാൻ, അങ്ങിൽ മാത്രം ആശ്രയിപ്പാൻ ഞങ്ങളിടയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ,
തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഇടപെടണമേ. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകി തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. പ്രത്യേകാൽ നമ്മുടെ സഭയ്ക്ക് ഈ നാളുകളിൽ നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയും പ്രത്യേകാൽ ആമേൻ വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മയെല്ലാം അതിശയകരമായി പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പാടുവാനായിട്ട് കഴിയട്ടെ. ഇന്നയോളം അവിടെ നമ്മെ നടത്തി, ഇന്നയോളം പുലർത്തി നമ്മുടെ കർത്താവ് എത്ര നല്ലവനായ കർത്താവ്. ആമേൻ. അവിടുത്തെ പരിപാലനം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നാം വായിച്ച സങ്കീർത്തനം 146 സങ്കീർത്തനമാണ്. ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളിൽ പെടുന്ന ഒരു സങ്കീർത്തനമാണല്ലോ ഈ 146 സങ്കീർത്തനം. ആമേൻ. ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് ആരംഭിക്കുകയും ദൈവത്തെ സ്തുതിപ്പീൻ എന്ന് അവസാനിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്കുള്ള ഭാഗ്യാവസ്ഥ അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവയിൽ മാത്രം ആശ്രയം വെക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് 6 വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. അതിൻ്റെ 1 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്ക. 2 വാക്യം: ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും, ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ആമേൻ. സ്തോത്രം. ജീവനുള്ള കാലത്തോളം, എനിക്ക് ആയുസ് ഉള്ളിടത്തോളം എല്ലാ നാളും ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യും, എൻ്റെ കർത്താവിനെ സ്തുതിക്കും. ആമേൻ. സ്തോത്രം. കർത്താവിനെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടുള്ള, ദൈവം ആരാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ ആരംഭവാക്യത്തെ വായിക്കുന്നത്: യഹോവേ സ്തുതിപ്പീൻ, എൻ മനമേ യഹോവേ സ്തുതിക്കുക. ഒരു വ്യക്തി സ്തോത്രം തൻ്റെ ഉള്ളത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ്, ദൈവം അവർക്ക് എന്ത് ചെയ്തു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ മാത്രമേ സ്തോത്രം അങ്ങനെ സ്തുതിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, സകലത്തിൻ്റെയും സൃഷ്ടിതാവായവൻ, ആമേൻ. സ്തോത്രം. നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ കേവലം മനുഷ്യർ ചെയ്യുന്ന തരത്തിലുള്ള ഉപകാരങ്ങളല്ല. അവയെല്ലാം താൽക്കാലികമായിരിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മെ അതിശയകരമായി നടത്തുന്നതിനപ്പുറമായി സ്തോത്രം നമ്മുടെ പ്രാണനെ വിടുവിച്ചിരിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ ആത്മാവിനെ രക്ഷിച്ചിരിക്കുന്ന ഒരു കർത്താവ്, നമുക്ക് വീണ്ടെടുപ്പ് വില നൽകിയ ഒരു കർത്താവ്, ആ കർത്താവിന് എത്ര സ്തോത്രം ചെയ്താൽ നമുക്ക് മതിയാകും. ഇത് തന്നെ സങ്കീർത്തനക്കാരൻ 104:33 പറയുന്നത്: എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. സ്തോത്രം. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. സ്തോത്രം. ദൈവം നമുക്ക് ഓരോ നിമിഷവും ഓരോ ശ്വാസം നാം എടുക്കുമ്പോഴും തിരിച്ചു വിടുമ്പോഴും ചെയ്യുന്ന നന്മകൾ ഓർത്താൽ ആ നന്മകൾക്കൊത്തവണ്ണം കർത്താവിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. ആമേൻ. അതിൻ്റെ താഴേക്കുള്ള വാക്യം 6 വാക്യം മുതൽ 5 വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം കിടപ്പുണ്ട്: യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. സ്തോത്രം. ദൈവം സഹായമായിരിക്കുന്ന, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാലത്തും
ഭാഗ്യവാന. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ അതിൻ്റെ കാരണങ്ങളായ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. സകലത്തിൻ്റെയും സൃഷ്ടിതാവ് സർവശക്തനായ ദൈവം മാത്രമല്ല, ആമേ രോഗികൾക്ക് വൈദ്യനായ കർത്താവ്, വിശപ്പുള്ളവർക്ക് ആഹാരം നൽകുന്നവൻ, ആമേ ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ, മനുഷ്യർക്ക് പരിമിതികളുള്ള സ്ഥാനത്ത് പരിമിതികളില്ലാതെ തൻ്റെ ജനത്തെ നടത്തുന്ന ഒരു കർത്താവ്. ആ കർത്താവിനെ ഓർത്താൽ സ്തോത്രം, എത്ര സ്തോത്രം ചെയ്താൽ, എത്ര സ്തുതിച്ചാൽ മതിയാകും. അതുകൊണ്ട് താഴേക്കുള്ള വാക്യങ്ങൾ വളരെ വ്യക്തതയോടെ അവിടെ എഴുതിയിരിക്കുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു, യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥിനെയും വിധയെയും സംരക്ഷണ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അമ്മ മറ്റുള്ളവർക്കാർക്കും അമ്മയെ നമ്മെ യഥാർത്ഥമായി അറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന ഒരു കർത്താവ്, ആ കർത്താവിനെ കുറിച്ച് സ്തോത്രം ഓർക്കുമ്പോൾ, കർത്താവ് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ നമ്മെ കർത്താവിന് സ്തോത്രം ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നല്ലോ, നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിൽ മരുത്. അവരുടെ ശ്വാസം പോകുന്നു, അവർ മണ്ണിലേക്ക് തിരിയുന്നു, അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. ഏത് കാലത്തും നമുക്കറിയാം, ആമേൻ സ്തോത്രം, പരസ്പര ആശ്രയത്തോടെ ആ മനുഷ്യർ കഴിയുന്നത്. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുകയാ, ഒരു പൂർണ്ണമായ ആശ്രയം നമുക്കൊരു മനുഷ്യനിലും വെക്കുവാൻ കഴിയില്ല. പൂർണ്ണമായ ആശ്രയം വെക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് സകലത്തിനും മതിയായ സ്തോത്രം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ശക്തനാകുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുള്ള ആമേൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൽ മാത്രമാ. ഇന്ന് പകലും ആ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തിട്ട് പറയുവാൻ കഴിയുമോ, എൻ്റെ ആശ്രയം, എൻ്റെ പൂർണ്ണമായ ആശ്രയം എൻ്റെ കർത്താവിൽ മാത്രമാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ആ കർത്താവിൽ ആശ്രയം വെച്ച് അഭാഗ്യ പദവിയിൽ മുന്നേറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റ് നിന്ന് പറയുമ്പോൾ, children can stand together and will recite the Bible verse. Joshua Bijoy will come forward and will lead the session. Praise the Lord. Psalm 145 verses 1, 2 and 3. I will exalt you, my God, the King. I will praise you. I will praise your name, and I will praise your name forever and ever. Every day, I will praise you. I will praise you, and extol your name forever and ever. Great is the Lord, and most worthy of praise. His greatness no one can fathom. Amen. 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 Shout hallelujah 3 times. Hallelujah. 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 ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നാഥാ, ഞങ്ങളുടെ പൈതങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കിന്ന് പകലും എഴുന്നേറ്റ് നിന്ന് സഭാമധ്യേ കർത്താവ് വാക്യം പറയുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ നാഥ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ കർത്താവ് എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കുമാറാകണമേ. അവരുടെ പഠനത്തിൽ ദൈവിക സാന്നിധ്യം ഇരിക്കുമാറാകണം. വിശേഷ കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ച് അവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിച്ച് കർത്താവ് എക്സാമൊക്കെ നല്ലതുപോലെ എഴുതുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. ബോർഡ് എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവേ. കർത്താവ് അവരെ ബലപ്പെടുത്തുന്നത് കൊണ്ട് സ്തോത്രം. ഇതുവരെ അവിടുത്തെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇടയാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. തുടർന്നുള്ള എക്സാമുകൾ ദൈവം അനുഗ്രഹമായി എഴുതുവാൻ കർത്താവ് സഹായിക്കണം. ആനുവൽ എക്സാം എഴുതുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു കർത്താവേ. കർത്താവ് അവരെയും ബലപ്പെടുത്തുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരുടെ വളർച്ച, കർത്താവിൻ്റെ ആത്മീക ജീവിതം എല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ സഭയായി ഒരുമിച്ച് ചേർന്ന് ഞങ്ങളുടെ പൈതങ്ങളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക്, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുപോലെ കാലം കർത്താവിൻ്റെ ഒരു സാക്ഷിയായി പ്രിയ ദൈവസഭയോടും കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും എഴുന്നേറ്റ് നിൽപ്പാൻ തക്കണം ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്ന സ്ഥാനത്തൊക്കെയും ദൈവം എന്നെ പരിപാലിച്ചു, എൻ്റെ കുടുംബത്തെയും ദൈവം ക്ഷേമമായി കാത്തു സൂക്ഷിച്ചു. അതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. പ്രത്യേകം ഒരു വിഷയം പറയാനാണ് എഴുന്നേറ്റുന്നത്. ഇന്ന് പൽക്കാലം കർത്താവ് ചില കാര്യങ്ങൾക്കായി, ചില അത്യാവശ്യ കാര്യങ്ങൾക്കായി ഞാൻ നാട്ടിലേക്ക് കടന്നു പോകണം. ഇന്ന് രാത്രിയിലത്തെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ദൈവമക്കളെല്ലാവരും എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം സാധിച്ച് മടങ്ങി വരുവാൻ തൊക്കണം. കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. പ്രത്യേക കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് സാക്ഷിയിൽ നിന്നും ഇരിക്കുന്നു. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയപ്പെട്ടവരാരെങ്കിലും? ആരുമില്ല എന്ന് കരുതുന്നു. ആമേൻ. പ്രിയ മോളി ജോസഫ് ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻറ്റി പറഞ്ഞതുപോലെ ആമേൻ, സ്തോത്രം. കർത്താവ് അനുവദിച്ചാൽ ഇന്ന് രാത്രിയിലെ നാട്ടിലേക്ക് കടന്നു പോകുന്നു. ചില വിഷയങ്ങളുടെ മധ്യയാണ് കടന്നു പോകുന്നത്. ആമേൻ. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കപ്പെടുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയ ആൻറ്റിയുടെ യാത്രയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും നമ്മെ യാത്രയിൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവയെ പ്രിയാൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബോർഡ് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെയെല്ലാം ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് ബലപ്പെടുത്തി അവർക്ക് പഠിക്കുവാനും എക്സാം എഴുതുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. അമേൻ. വരുന്ന ദിവസങ്ങളിൽ എക്സാം നല്ലതുപോലെ എഴുതുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന്, അമ്മയെ പഠിക്കുവാനൊക്കെയുള്ള അമ്മയെ ബുദ്ധിയെയും ജ്ഞാനത്തെയും കർത്താവ് നൽകേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അമ്മേൻ. ആനുവൽ എക്സാം എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേൻ. ഇവിടേക്ക് കടന്നു വരുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. യാത്രാ ക്രമീകരണങ്ങൾ, ശുശ്രൂഷകളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേൻ. വരും ദിവസങ്ങൾ നടക്കുന്ന ജനറൽ ബോഡി അത് ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് ആ വിഷയത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയും കുടുംബങ്ങളെയെല്ലാം ഒരു നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കാൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിന് ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഈ ദിവസങ്ങളിൽ പനിയാലൊക്കെ ഭാരപ്പെട്ട് ആയിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് സൗഖ്യം, വിടുതലും പ്രിയപ്പെട്ടവർക്ക് പകരേണ്ടതിനായിട്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ സോഹാറിന് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യാത്രയും ശുശ്രൂഷയും ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളെ സമർപ്പിച്ച് നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഇന്നലെ സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പൽക്കാലം കൂടി ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ തന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല പാട്ടുകൾ തന്ന ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. നല്ല സംഗീതനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂടി വന്ന ജനങ്ങളെല്ലാം ദൈവം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ അവരെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവമേ അവരെ സംരക്ഷണ വേദങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മുളീനെ അങ്ങനെ കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കും. ദൈവമേ ഇന്ന് രാത്രി ദൈവമേ ദൈവമേ സ്തോത്രം നാട്ടിലോട്ട് യാത്ര പോകുന്നല്ലോ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ അവർ പോയി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ദൈവമേ ഭംഗിയായി ചെയ്തു തീർപ്പാൻ ദൈവമേ അവരെ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണവും ദൈവമേ അവൻ്റെ കൂടെ ഇരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ നമ്മുടെ സഭയിലുള്ള ദൈവമേ ടെൻറ്റും എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവം പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ദൈവമേ അവൻ്റെ ബോർഡ് എക്സാം നടക്കുന്നല്ലോ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ അവർ നന്നായി ചെയ്യുവാൻ ദൈവമേ അവരെ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ അവർക്ക് പഠിക്കാനുള്ള ബുദ്ധി ഞാനും ദൈവകൃപയും ദൈവമേ അവരുടെ മേൽ ഉണ്ടായിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ എക്സാം സമയത്ത് ദൈവമേ ഹല്ലേലൂയ അവർക്ക് ദൈവമേ ഹല്ലേലൂയ പനിയോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും വരാത്ത വണ്ണം ദൈവമേ അവരെ കാത്തു സൂക്ഷിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ മനസ്സിന് ധൈര്യം നൽകുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. എഴുതുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ ഹല്ലേലൂയ അവൻ്റെ കൂടെ ഇരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ അവർക്കും പഠിക്കുവാനുള്ള ബുദ്ധി ഞാനും ദൈവകൃപ എല്ലാം ദൈവമേ അവർക്ക് നൽകുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും. ദൈവമേ നമ്മുടെ സഭയിലുള്ള മറ്റു കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. ദൈവമേ അവൻ്റെ ജോലി മേഖലയിൽ ദൈവമേ അവൻ്റെ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സ്ഥാനവും സംരക്ഷണവും കൂടിയിരിക്കുമാറാകടവേ എന്ന്
എന്ന് പ്രാർത്ഥിക്കുക ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ദൈവമേ അനേകർ ദൈവമേ പനിയാൽ ഭാരപ്പെടുന്നുള്ള ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ദൈവമേ അവരെല്ലാം പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവമേ അവൻ്റെ മേൽ കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ പുതിയ കടന്നു വരാൻ പോകുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവമേ ഹല്ലേലൂയ അഭിഷേകത്തിന്മേലുണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ ദിവസം ദൈവമേ ഹല്ലേലൂയ ജനറൽ ബോഡി മീറ്റിംഗ് എല്ലാം കടന്നു വരുന്നുള്ള ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവമേ അതിന് മേലുണ്ടായിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ദൈവപ്രകാരമുള്ളവർ കടന്നു വരുവാൻ ദൈവമേ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ അതുപോലെ ദൈവമേ സ്തോത്ര ദേവദാസൻ ദൈവമേ ഹല്ലേലൂയ ദൈവമേ അതിന് കഴി ദൈവമേ സൗഹാർദ്ദത്തിലോട്ട് കടന്നു പോകുന്നുള്ള ദൈവമേ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം സംരക്ഷണം കൂടിയിരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ അങ്ങനെ ദാസനിലൂടെ ദൈവമേ ഹല്ലേലൂയ അങ്ങനെ ആലോചന ദൈവമേ നമുക്ക് അറിയിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. പ്രായത്തോടുകൂടി ദൈവമേ ഹല്ലേലൂയ ദൈവമേ സംബന്ധിപ്പാൻ ദൈവമേ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. വന്നതുപോലെയല്ല ദൈവമേ സ്തോത്രം ആത്മാവിൽ ബലപ്പെട്ട് ദൈവമേ പോകാൻ ദൈവമേ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു സകല യേശുക്രിസ്തു നാമത്തിൽ അപേക്ഷിച്ചുള്ള കൃപയും സ്വയം പിതാവേ. ആമേൻ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 24-25 വാക്യങ്ങൾ പ്രിയപ്പെട്ട ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 7 വേഴ്സസ് 24 and 25. ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. ആമേൻ. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് നാം വായിക്കുമ്പോൾ രണ്ട് പ്രകൃതികൾ, ഒരു മനുഷ്യനിലുള്ള രണ്ട് സ്വഭാവങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തെയാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഇരുവിധ സ്വഭാവങ്ങൾ, ഡ്യുവൽ നേച്ചർ, രണ്ട് വിധ സ്വഭാവങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കറിയാം ഈ ദൈവവചന പ്രകാരം പ്രത്യേകിച്ച് റോമാലേഖനമൊക്കെ നാം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ പ്രാകൃത മനുഷ്യൻ എന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ജഡീകൻ, 3 ആത്മീകൻ. പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകപരമായി ജീവിക്കുന്ന, വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരു മനുഷ്യനാണ് ഈ പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. ജഡീകൻ എന്ന് വെച്ചാൽ ജഡത്തെ അനുസരിച്ച നടക്കുന്നവൻ. വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, ദൈവസഭയിലാണ് വരുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും, ജഡത്തിന് അതിയായ പ്രാധാന്യം കൊടുക്കുന്ന മനുഷ്യനാണ് ജഡീകൻ. എന്നാൽ ആത്മീകൻ എന്ന മൂന്നാമതൊരു തലമുണ്ട്, മൂന്നാമത്തെ ഒരു പ്രകൃതിയുണ്ട്. അത് സ്തോത്ര ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുള്ളവർ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടുള്ളവർ. ഞാൻ എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ കേവലം അന്യഭാഷ പറയുക മാത്രമല്ല, സ്തോത്ര കർത്താവിനെ സ്തുതിക്കുക മാത്രമല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കും, ആത്മാവിന് വിധേയപ്പെട്ട് നടക്കുന്നവരായിരിക്കും. അവർ ഓരോ സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് വെക്കുമ്പോൾ സ്തോത്രം ദൈവാത്മാവിന്റെ നിയോഗം അവർ അന്വേഷിക്കും, ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവഹിതപ്രകാരം കർത്താവേ, ഞാൻ ഈ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് വെക്കുകയാ, ആലോചനയിൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ എന്നോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവഹിതപ്രകാരമുള്ള സ്റ്റെപ്പ് എടുത്ത് വെക്കുകയും ചെയ്യുന്നവനാണ് ഒരു ആത്മീകൻ എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതൽ രക്ഷ പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇന്നലെ രാത്രിയിൽ കൈനുമായി ബന്ധപ്പെട്ട് നാം കേട്ടതുപോലെ പാപം വാതുക്കൽ കിടക്കുക. ഏതു മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ആത്മീകരായിരിക്കാം, ദൈവത്തെ അറിഞ്ഞിട്ടുള്ളവരായിരിക്കാം, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം, ഇനി എന്നെ പോലെയുള്ള സഭാ ശുശ്രൂഷകന്മാരെ എടുത്തു പറഞ്ഞാൽ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. സ്തോത്രം. വിശുദ്ധി മണ്ഡലങ്ങളെക്കുറിച്ച് ആഴമേറിയ ചിന്തകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന വ്യക്തികളായിരിക്കാം. പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും ഓർത്തിരിക്കണം, പാപം എപ്പോഴും മുൻപിൽ കിടക്കുകയാ. ഏത് സമയത്തും ഈ പാപത്തിന്റെ ഈ ആഗ്രഹം സ്തോത്രം ആ വ്യക്തിയോടാണ് എന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ സ്തോത്രം തീർച്ചയായിട്ടും ആ വ്യക്തി ആത്മാ
ആത്മാവിന്റെ നിയോഗത്തിൽ, ആത്മാവിന്റെ നിയന്ത്രണത്തിൽ സഞ്ചരിച്ച സ്തോത്രം ദൈവത്തിന്റെ ഹിതത്തെ ഏത് കാലത്തും അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആമേൻ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ വചനം അനുസരിച്ച് പ്രത്യേകിച്ച് 21-ാമത്തെ വാക്യം മുതലൊക്കെ താഴോട്ട് വായിക്കുമ്പോൾ എല്ലാ വാക്യങ്ങളും എടുക്കാനുള്ള സമയത്തിന്റെ പരിമിതി നമുക്കുണ്ട്. അതുകൊണ്ട് 21-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ രണ്ട് പ്രകൃതികൾ തമ്മിലുള്ളൊരു പോരാട്ടത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലൊന്ന് നന്മ ചെയ്യുന്ന ഞാൻ, രണ്ട് തിന്മ ചെയ്യുന്ന ഞാൻ. 21-ാമത്തെ വാക്യം ഇങ്ങനെയല്ലേ വായിക്കുന്നത്? അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ, തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം. സ്തോത്രം. അതിൻ്റെ 19-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അതാണ് ഞാൻ മുമ്പ് ഓർപ്പിച്ചത്. വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളിൽ സ്തോത്രം രണ്ട് തരത്തിലുള്ള പ്രകൃതികൾ എപ്പോഴും നിൽക്കുകയാ. സ്തോത്രം. ഈ പ്രകൃതിക്ക് നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഒരുവൻ, സ്തോത്രം, തിന്മ എവിടെ കിടക്കുകയാ? നമ്മുടെ പക്കൽ, ഒരു വ്യക്തിയുടെ പക്കൽ കിടക്കുകയാ. അപ്പൊ നന്മ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ട് എങ്കിൽ തന്നെയും സ്തോത്രം തിന്മ പക്കൽ ഉണ്ട് എന്ന വ്യക്തമായ ബോധ്യം. ഈ രണ്ടും തമ്മിൽ ഏത് സമയത്തും ഒരു പോരാട്ടം നടക്കുകയാ. അതിനെ നമുക്ക് വേണമെങ്കിൽ സെൽഫ് എന്ന് വിളിക്കാവുന്നതാണ്, ഈഗോ എന്ന് വിളിക്കാവുന്നതാണ്. സ്തോത്രം. ഈ ഈഗോ ഒരു വ്യക്തിക്ക്, ഞാൻ പറയും, ഈ ആന്തരികമായ മനുഷ്യനിൽ ഏത് കാലത്തും ഒരു യുദ്ധം നടക്കുകയാ. ആ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു പാപമാണ് ഈഗോ എന്ന് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, യെശയ്യാവിന്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് യെശയ്യാവ് കണ്ടൊരു ദർശനം. ആ ദർശനത്തിൽ സ്തോത്രം ദൈവത്തെ യഥാർത്ഥമായി താൻ ഒരു അപ്വേർഡ് വിഷൻ കണ്ടപ്പോൾ, ദൈവത്തെ യഥാർത്ഥമായി കണ്ടപ്പോൾ, ദൈവത്തെ സ്തുതിക്കുന്ന സാറാഫുകളെ കണ്ടപ്പോൾ, സ്തോത്രം, താൻ തന്നെ ഒന്ന് ശോധന ചെയ്യുകയാ. ശോധന ചെയ്തിട്ട് തൻ്റെ സെൽഫിനെ ഒന്ന് പരിശോധിച്ചിട്ട് പറയുക, അയ്യോ ഞാൻ ആരാണ്? ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഞാനായിരിക്കുന്ന സാഹചര്യവും ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ ഇടയിലാണ് ഞാൻ വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവിക ദർശനം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ഒരു സുബോധം ഉണ്ടാകുകയുള്ളൂ. സെൽഫിനെ കുറിച്ചുള്ള, ആ ഈഗോയെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമോ അത് മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടതായ യാഥാർത്ഥ്യ ബോധവും ഉണ്ടാകുന്നത് ദൈവിക ദർശനം പ്രാപിച്ചവർക്കാണ്. സ്തോത്രം. ഈ യെശയ്യാവിന് ആ ദൈവികമായ ദർശനം യഥാർത്ഥമായി ലഭിച്ചപ്പോഴാ ഞാൻ എവിടെയാണ് എന്ന ബോധ്യമുണ്ടായത്. എൻ്റെ സാഹചര്യം എന്താണ് എന്ന ബോധ്യമുണ്ടായത്. എൻ്റെ സ്നേഹിതന്മാരാരാണ് എന്ന ബോധ്യമുണ്ടായത്. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ നമുക്ക് പറയാനായിട്ട് കഴിയും, താൻ സ്വയത്തെ കണ്ടെത്തിയ ഒരു ദർശനമായിരുന്നു ദൈവികമായ ദർശനം തനിക്ക് ലഭിച്ചപ്പോൾ ഉണ്ടായത്. സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നാം ദൈവത്തെ സ്തുതിക്കണമെന്നും ആരാധിക്കണമെന്നും മഹത്വപ്പെടുത്തണമെന്നും സ്തോത്രം എത്ര കേട്ടാലും ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കണമെങ്കിൽ നമ്മുടെ ഈഗോ എന്ന് മാറ്റിവെച്ചാലേ പറ്റുകയുള്ളൂ. സ്തോത്രം. ഈ സെൽഫ് നമ്മൾ പോരാടുന്ന, ഈ ആന്തരിക യുദ്ധത്തിൽ പോരാടുന്ന സ്തോത്രം, ആ തിന്മ എന്ന ഈഗോ അത് മാറ്റിവെച്ചെങ്കിലേ സർവശക്തനായ ദൈവത്തിന്റെ യഥാർത്ഥമായ ദർശനം പ്രാപിച്ച് ആ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. സ്തോത്രം. നമുക്ക് ഒന്ന് സ്തുതിക്കണമെങ്കിൽ, ഒന്ന് സ്തോത്രം ചെയ്യണമെങ്കിൽ, ആ ദൈവം ആരാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് വരണമെങ്കിൽ, ദൈവമാണ് എന്നെ നടത്തുന്നത് എന്ന ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകണമെങ്കിൽ, ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ ശക്തരാണെന്ന്. സ്തോത്രം. എനിക്കൊരു പ്രയാസം കടന്നു വരുമ്പോൾ സങ്കീർത്തനങ്ങളിൽ നാം വായിച്ചതുപോലെ ഞാൻ രോഗിയായി തീർന്നാൽ എന്നെ സൗഖ്യമാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. എനിക്കൊരു പ്രയാസം നേരിട്ടാൽ അതിൽ നിന്ന് എന്നെ വിടുവയ്ക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് എൻ്റെ ഹൃദയത്തെ യഥാർത്ഥമായി
അറിയുന്ന എൻ്റെ ദൈവം സ്തോത്രം, ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും അതിൽ നിന്ന് എന്നെ വിടുവിച്ച് പുറത്ത് കൊണ്ടുവരുമെന്ന് യോസേഫിനെ പോലെ, യാക്കോബിനെ പോലെ, പഴയ നിയമ ഭക്തന്മാരെ പോലെ, സ്തോത്രം, കർത്താവിന് വേണ്ടി നിലകൊണ്ട പ്രിയപ്പെട്ടവരെ പോലെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നമ്മുടെ മുൻപിലുള്ളത് മാറ്റിവെക്കണം. ഈഗോ എന്ന തിന്മയെ മാറ്റിവെക്കണം. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ രണ്ട് കാര്യങ്ങൾ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുക. അത് പറയുന്നത് സ്തോത്രം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് ചിലതൊക്കെ ചെയ്യണമെന്ന്. നമ്മുടെ ആരാധനയെ സംബന്ധിച്ചോ എനിക്ക് കൈയടിക്കണമെന്ന് എന്തുണ്ട്? ആഗ്രഹമുണ്ട്. പക്ഷെ അകത്തിരുന്ന് മറ്റേ പുള്ളി പറയുക, എന്ത് ചെയ്യരുത്, നീ കൈ അടിക്കണ്ട. സ്തോത്രം. എനിക്ക് സ്തോത്രം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ആത്മിക ചിന്ത എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ഈഗോ പറയുക, നീ എന്ത് ചെയ്യരുത്, സ്തോത്രം ചെയ്യരുത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതല്, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ ആ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പോസ്തലനായ പൗലോസ് പറയുക, സ്തോത്രം, എനിക്ക് നന്മ ചെയ്യണമെന്ന ഇച്ഛയുണ്ട്, പക്ഷെ തിന്മ എന്റെ പക്കൽ കിടക്കുകയാണ്. ഇന്ന് പകൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ? സ്തോത്രം, എനിക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ കടന്നു വരുമ്പോൾ എന്റെ കർത്താവിനെ ഒന്ന് സ്തുതിക്കുവാൻ, എന്റെ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്യുവാൻ, അവിടെ നിന്ന് നടത്തിയ വിധങ്ങളെ ഓർത്തൊന്ന് മഹത്വപ്പെടുത്തുവാൻ മാത്രമല്ല, ഇനി മേലാലോ ഞാൻ ജീവനുള്ള കാലത്തോളമോ കർത്താവിന് വേണ്ടി നിലകൊള്ളുമെന്നൊരു തീരുമാനം എടുക്കുവാൻ, ഇനി മേലാലും എന്നെ നടത്തുവാൻ ശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഞാൻ എൻ്റെ ഈഗോയെ മാറ്റിവെക്കും. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ അവിടെ കൊണ്ട് തീരുന്നില്ല. ഒന്ന്, നാം വായിച്ച ഇത് തമ്മിലുള്ള ഒരു ആന്തരിക യുദ്ധം അത് ഏതു വ്യക്തികളിലുമുണ്ട്. നിൽക്കുന്ന എന്നിലുമുണ്ട്, നമ്മളിലുമുണ്ട്. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായിട്ട് എഴുതി, ഈ രണ്ട് തമ്മിൽ ഒരു ആന്തരികമായ യുദ്ധം ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ വാക്യമാണ്. ആമേൻ. സ്തോത്രം. എന്നിട്ട് ഇവിടെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യുക, രസിക്കുന്നു. 23-ാമത്തെ വാക്യം, എങ്കിലും എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ, സ്തോത്രം, ഈ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ആമേൻ സ്തോത്രം രസിക്കുകയാണ് എന്ന് പറയട്ടെ. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് പറയാനായിട്ട് കഴിയില്ല. ഞാൻ എൻ്റെ കർത്താവിൽ രസിക്കുന്നു എന്നും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എനിക്ക് ആനന്ദമുണ്ട് എന്നും ദൈവസന്നിധിയിലാണ് എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് എന്നും ഏത് വിഷയത്തിൻ്റെ മധ്യേയും ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ആ വിഷയത്തിൻ്റെ മധ്യേ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നോ, സ്തോത്രം, ദൈവസന്നിധിയിൽ ഒരു ദിവസമെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ സ്തോത്രം മുട്ടുമടക്കി പ്രാർത്ഥിക്കണമെന്നോ ഒന്നുള്ള ആഗ്രഹം ഉണ്ടാകണമെങ്കിൽ ഉള്ളം കൊണ്ട് ദൈവത്തിൽ പ്രമാണിക്കുന്ന, സ്തോത്രം, ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. സ്തോത്രം. ഇവിടെയും രണ്ട് പ്രമാണങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ പ്രമാണവും മറ്റൊന്ന് വേറൊരു പ്രമാണവും. സ്തോത്രം. അതിനാണ് ആദ്യം നാം 23-ാമത്തെ വാക്യത്തിൽ വായിച്ച്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണം അതിനോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ എന്ത് ചെയ്യുകയാണ്, കാണുകയാണ്. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങളിൽ രസിക്കാത്ത ഏതൊരു വ്യക്തിയുടെയും ഹൃദയം ഇരുണ്ടതായിരിക്കും. സ്തോത്രം. പകൽക്കാലം ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കാം. ദൈവത്തിൽ രസം കണ്ടെത്താത്ത, വെളിച്ചമാകുന്ന ദൈവത്തിൽ രസം കണ്ടെത്താത്ത, ആമേൻ സ്തോത്രം, നാം കർത്താവിനെയൊക്കെ പാടി സ്തുതിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനും മഹത്വം കരയറ്റുകയല്ലേ. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും മഹത്വം കരയറ്റുകയും പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പാടിയ മനോഹര ഗാനങ്ങളൊക്കെ, സ്തോത്രം, ആ സുന്ദര രൂപനെ ഞാൻ കാണുമെന്നും ദർശിക്കുമെന്നുമുള്ള സ്തോത്രം, ആ ഉൾക്കാഴ്ച ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്ന് സന്തോഷിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ, തീർച്ചയായിട്ടും സ്തോത്രം അങ്ങനെ രസിക്കാൻ കഴിയാത്തവരുടെ ഹൃദയം ഇരുണ്ടതല്ലേ. സ്തോത്രം. ആമേൻ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. ആ ഇരുളിനെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും, സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായി കർത്താവിന്
ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. എന്താണ് ഈ വേറൊരു പ്രമാണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം? അങ്ങനെയുള്ള വ്യക്തികൾ പാപത്തിൽ മുഴുകിയവരായിരിക്കും. അതുകൊണ്ട് അവരുടെ ഹൃദയം നിറയെ ഇരുട്ട് നിറഞ്ഞതായിരിക്കും, അതിക്രമങ്ങൾ നിറഞ്ഞതായിരിക്കും. പലപ്പോഴും പല മുന്നറിയിപ്പുകളും, ഇന്നലെ രാത്രി നാം കേട്ടതുപോലെ കയ്യിൻ്റെ മുൻപിൽ ദൈവം പോലും മുന്നറിയിപ്പ് കൊടുത്തിട്ട് അതിനെ അവഗണിച്ചു പോയ കയ്യിനെ പോലെ സ്തോത്രം പല മുന്നറിയിപ്പുകളും സ്തോത്രം ദൈവദാസന്മാരിലൂടെ ദൈവവചനത്തിലൂടെയൊക്കെ കേൾക്കുമ്പോൾ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് സ്തോത്രം പാപത്തിലേക്കും അതിക്രമങ്ങളിലേക്കും വീട് പോകുന്ന അനേകം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. സ്തോത്രം അവരെയെല്ലാം മാറ്റി നിർത്തിയിട്ട് സ്തോത്രം കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ, കർത്താവിന് വേണ്ടി സ്തോത്രം നമ്മെ കർത്താവിനെ സ്തുതിക്കുവാൻ, ആ വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് കടക്കുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ഇന്ന് പകൽക്കാലവും ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ 119 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. അതെടുക്കാമോ? 119:77 വാക്യം. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ആ നിന്റെ കരുണ എനിക്ക് പെരുമാറാകട്ടെ. ആ നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു. ആ അഹങ്കാരികൾ എന്നെ വെറുതെ മറിച്ചിട്ടിരിക്കാൻ ആമേൻ. ലജ്ജിച്ചു പോകട്ടെ. ആമേൻ. 97 വാക്യം കൂടെ വായിക്കാം. നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം. നിന്റെ ന്യായപ്രമാണം, നാം ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു, നിന്റെ ന്യായപ്രമാണത്തിൽ ഞാൻ എന്ത് ചെയ്യുക? രസിക്കും. രണ്ടാമത്തെ വാക്യം, നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം, ഇടവിടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. ദൈവത്തിൻ്റെ പൈതലേ സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ നിൽക്കുമ്പോഴും ദൈവമക്കളോട് പറയട്ടെ, നാം ദൈവവചനം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാകണം. ദൈവവചന ധ്യാനത്തിന് എത്ര തിരക്കുണ്ടെങ്കിലും ദൈവവചന ധ്യാനത്തിന് സമയം കണ്ടെത്തുന്നവരാകണം. ആമേൻ. ഓരോ ദൈവമക്കളും ആമേൻ. ഈ ദൈവവചനം നമ്മോട് ഓരോരുത്തരോട് സംസാരിക്കും. ഈ ന്യായപ്രമാണത്തിൽ വചനത്തിൽ രസം കണ്ടെത്തുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നിശ്ചയമായിട്ട് പറയാം, ഓരോ ദിവസവും നമുക്ക് നടക്കേണ്ടതായ ദൈവിക ആലോചന ഈ വചനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായി തരും. ജീവിതത്തിൽ പ്രയാസമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ? വചനം പറയുന്നു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കഷ്ടങ്ങളില്ലാത്തൊരു ജീവിതമില്ല, പ്രയാസമില്ലാത്തൊരു ജീവിതമില്ല. ചെറുതോ വലുതോമായ പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുന്നത് ഈ വചനത്തിലൂടെയാകയാൽ കർത്താവിന് സ്തോത്രം ചെയ്യുക. അത് തിരിച്ചറിയുന്ന സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, ഈ ന്യായപ്രമാണം എനിക്ക് എത്രയോ സ്തോത്രം. ഇനി രണ്ട് വേറൊരു പ്രമാണം എൻ്റെ മുൻപിലുണ്ട്. അത് ഇങ്ങനെ വചനത്തിൽ പറഞ്ഞ അതെൻ്റെ അവയവങ്ങളിൽ സ്തോത്രം. ഈ പ്രമാണം എനിക്കെതിരായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോരാടുക മാത്രമല്ല, എന്നെ അത് ബദ്ധനാക്കുകയും കൂടെ ചെയ്യുക. എന്ന് വെച്ചാൽ ആ വേറൊരു പ്രമാണം എന്നെ അങ്ങ് അടിമയാക്കുന്ന തലത്തിലേക്ക് മാറുക. ബുദ്ധിയും ഇച്ഛാശക്തിയും കൊണ്ട് മുഴുബലത്തോടെ ഞാൻ ആ പ്രമാണത്തെ അല്ലെങ്കിൽ വേറൊരു പ്രമാണത്തിനെതിരെ പോരാടിയാൽ എനിക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയില്ല. ഞാനതിൽ പരാജയപ്പെടുത്തേയുള്ളൂ. എന്നാൽ സ്തോത്രം അടുത്ത വാക്യമാണ് സ്തോത്രം ഇതിൻ്റെ ആ പ്രധാന കാതലായ വാക്യമായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ വിളിച്ചു പറയുക, അയ്യോ, ഒരു നിലവിളിയാ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആമേൻ. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്, ഈ പാപപങ്കുലമായ സ്തോത്രം ശരീരത്തിൽ നിന്ന്, വേറൊരു പ്രമാണം വസിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന്, സ്തോത്രം പാപത്തിന് അധീനമായ ഈ അവയവങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ ആർക്ക് കഴിയും? സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യം നമ്മുടെ കർത്താവായ സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ആമേൻ. ദൈവത്തിൻ്റെ പ്രമാണം ആന്തരിക മനുഷ്യന് രസം നൽകുമ്പോൾ, അതിൽ നമ്മുടെ രസിക്കുന്നു എന്ന് വായിച്ചത്, പ്രിയം നൽകുമ്പോൾ, ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു പ്രമാണം
ആമേൻ സ്തോത്രം നമ്മുടെ ജഡത്തിൻ്റെ മേൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഈ ആന്തരിക മനുഷ്യനും അതിൻ്റെ താഴെ 8-ാം വാക്യത്തിൽ പറയുന്ന ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ ആത്മജീവിതവും ജഡജീവിതവും ഇത് തമ്മിൽ ഏത് കാലത്തും പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്തോത്രം ഏത് കാലത്തും പോരാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ വചനം പറയുന്നു സ്തോത്രം ഈ ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ജഡമണ്ഡലത്തെ ജയിക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതാണ് പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, മരണത്തിനതീതമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അവൻ അതിന് കഴിയുന്ന ഒരുവൻ ഈ ശരീരത്തിൽ മരണം വരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യജാതനായി ഉയർത്ത എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം സ്തോത്രം. ആമേൻ. അതുകൊണ്ടാണ് പറയുന്നത് ഈ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ. ആമേൻ സ്തോത്രം. ഈ ആന്തരിക മനുഷ്യനും ജഡ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് ജയം നൽകുവാൻ കഴിയുന്നത് ഞാൻ എൻ്റെ യേശു കർത്താവിൽ ആശ്രയിക്കുമ്പോൾ മാത്രമാ സ്തോത്രം. അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്ക് ജയം നൽകുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം എന്ന അധരങ്ങൾ തുറന്ന് പറയുവാൻ കഴിയുന്ന ദൈവമക്കൾ അവൻ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, അവൻ എനിക്ക് ജയം നൽകുന്ന എൻ്റെ യേശുവിന് സ്തോത്രം. സ്തോത്രം. ആമേൻ. പാപത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധ്യത്തിൽ നിന്ന് ഉയരുന്ന ഒരു നിലവിളിയാണ് ആദ്യത്തെ ഭാഗത്ത് നാം വായിച്ചത്. അയ്യോ ഞാൻ കടന്നു പോകുന്ന സാഹചര്യം, അരിഷ്ട മനുഷ്യൻ, ഇതിൽ നിന്ന് എന്നെ ഒന്ന് വിടുവിക്കുവാൻ, എന്നെ ഒന്ന് മുക്തനാക്കുവാൻ ആർക്കാ കഴിയുന്നത്? അതിൻ്റെ ഒരു ഉത്തരം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് മറ്റാർക്കുമല്ല, അതിൻ്റെ ഉത്തരം രണ്ടാമത്തെ ഭാഗം സ്തോത്രം. എനിക്ക് ജയം നൽകുവാൻ കഴിയുന്ന ആ യേശു ക്രിസ്തുവിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ, ആ യേശു ക്രിസ്തുവിനെ ഞാൻ ഓർക്കുമ്പോൾ സ്തോത്രം ഈ പാപ പങ്കുലമായ ജഡത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഈ പോരാട്ടത്തിൽ എനിക്ക് ജയിക്കുവാനായിട്ട് സാധിക്കും. ഇന്ന് പകൽ ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം ദൈവത്തിന് വേണ്ടി ശക്തമായി നിലകൊണ്ട മനുഷ്യൻ പറയുക, അതെ എനിക്കൊരു പോരാട്ടമുണ്ട് സ്തോത്രം. എൻ്റെ ജഡത്തിൽ പോരാടുന്ന സ്തോത്രം അവൻ പാപം എൻ്റെ വാതിക്കൽ കിടക്കുമ്പോൾ അതിലേക്ക് എന്നെ നയിക്കുന്ന ജഡത്തിൻ്റെതായ ശക്തികൾ, അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തികൾ അത് എൻ്റെ ജീവിതത്തിലുള്ളപ്പോൾ സ്തോത്രം അതിൽ നിന്ന് എനിക്ക് ജയം നൽകുവാൻ തക്കവണ്ണം എൻ്റെ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുന്ന, ആന്തരിക മനുഷ്യനിൽ അത്യന്ത ശക്തി നൽകുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട് സ്തോത്രം. ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിപ്പിക്കുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. അവൻ ഈ ജഡത്തിന്റെ മേൽ ജയമെടുത്ത ഒരു യേശു കർത്താവുണ്ട്. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ, പാപം അറിയാത്തവൻ, പാപം അവൻ സ്തോത്രം ചെയ്യാത്തവൻ, അവൻ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ഉണ്ട്. പാപം അറിയാത്ത യേശു മുഖാന്തരം ആ വിഷയത്തിലും ജയം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ പറയട്ടെ, പലപ്പോഴും ആമേൻ നാം ഇതിൽ സ്തോത്രം മുതിർന്ന പ്രിയപ്പെട്ടവരോട് ഇരിക്കുന്നവരൊക്കെ വാർത്തകൾ കാണുന്നവരും പത്രങ്ങളൊക്കെ വായിക്കുന്നവരുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അമ്മ നമ്മുടെ കുഞ്ഞുങ്ങളുമൊക്കെ അത് ചെയ്താൽ വളരെ നല്ലത് തന്നെയാണ്. ലോക അറിവ് നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് കേരളത്തിലെക്കുറിച്ചുള്ള, നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള വാർത്തകൾക്കകത്ത് ഈ 2025 ആരംഭം മുതൽ ഇന്നലെ വരെ നാം അറിഞ്ഞ വാർത്തകൾ അവൻ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന, വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, ഇതുപോലെ ഒരു കാലത്താണല്ലോ ഞാനും ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അവൻ ചില 10 വർഷങ്ങൾക്ക് മുമ്പ്, 5 വർഷങ്ങൾക്ക് മുമ്പ് കേൾവിയില്ലാത്ത പലതും സ്തോത്രം ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ സ്തോത്രം. ആർക്കും ഈ എങ്ങും സുരക്ഷിതത്വമില്ലാത്ത അനുഭവം. എന്താ കാരണം? ഒരു നിമിഷത്തെ
സ്തോത്രം ജഡത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി ആമേൻ സ്തോത്രം ആമേൻ മറ്റുള്ളവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം, മനുഷ്യരെ കൊന്നുകളയുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് പറയുക സ്തോത്രം, ഒരു സാഹചര്യത്തിൽ എനിക്കങ്ങനെ സംഭവിച്ചു പോയി, എനിക്കങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അങ്ങനെയുള്ള വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഒന്നും കൂടെ ഗലാത്യ ലേഖനത്തിൻ്റെ വചനം വെച്ച് വിളിച്ചു പറഞ്ഞാൽ സ്തോത്രം അവ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരപ്പിക്കുവാൻ കഴിയുന്ന ആത്മാവിന്റെ ശക്തി ഒരു ദൈവ പൈതലിന്റെ മേൽ വ്യാപരിച്ച് കഴിയുമ്പോൾ അവ ധൈര്യത്തോടെ അവരെ പറയും, ഈ ഭൂമിയിലുള്ള സ്തോത്രം എന്റെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്ന വൈകാരിക തലങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ഒരു ആത്മാ മണ്ഡലം എന്നെ അവൻ ആത്മിക മണ്ഡലത്തിലേക്ക് നയിക്കുന്ന, ദൈവിക ദർശനത്തിലേക്ക് നയിക്കുന്ന, നാളെയെ കുറിച്ച് എന്നെ ചിന്തിപ്പിക്കുന്ന, ദൈവിക പ്രത്യാശയിലേക്ക് എന്നെ നയിക്കുന്ന ഒരു ആത്മാ മണ്ഡലം എന്നിൽ വ്യാപരിക്കുമ്പോൾ ജഡത്തിന്റെ പ്രവർത്തികൾക്ക് എന്നിൽ ഇനി തെല്ലും സ്ഥാനമില്ല. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രിയ ദൈവത്തിന്റെ പൈതലേ, ആമേൻ, നമ്മെ നിയന്ത്രിക്കേണ്ടതാ ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ആമേൻ. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയം നൽകേണ്ടത് സ്തോത്ര കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരമാ. പാപമറിയാത്തവൻ പാപത്തിൽ നിന്ന് സകല മാനവജാതിയുടെയും പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ആ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലവും ജയം നൽകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. സ്തോത്രം. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൽ അനുദിനവും ജീവിക്കുമ്പോൾ ജഡത്തിൻ്റെതായ പോരാട്ടങ്ങളിൽ നിന്ന്, മുമ്പ് പറഞ്ഞ യാന്ത്രികവും ബാഹ്യവുമായ യുദ്ധത്തിൽ ആമേൻ നമ്മെ ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലും നമ്മുടെ മധ്യേ ഉണ്ട്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവത്തിൻ്റെ പൈതൽ, ഇന്ന് പകലും നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ ജഡത്തിൻ്റെ പ്രവർത്തികളുടെ മേൽ ജയം നമുക്ക് കർത്താവ് നൽകിയത് കൊണ്ടാണ്. സ്തോത്രം. നന്മയും തിന്മ, പാപം, രക്ഷ, ദൈവത്തിൻ്റെ പ്രമാണം വേറൊരു പ്രമാണം, ബുദ്ധിയുടെ പ്രമാണം വേറൊരു പ്രമാണം. ഇത് സദാകാലവും ആമേൻ ഒരു വ്യക്തിയുടെ മേൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. 8-ാം അധ്യായം വെച്ച് പഠിക്കുമ്പോൾ ജഡവും ആത്മാവും സദാകാലം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സ്തോത്രം നമുക്ക് ജയം നൽകുന്ന കർത്താവിന് സ്തോത്രം ചെയ്യുക. എന്തിനാ ജയം നൽകുന്നത്? സ്തോത്രം. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ നിൽക്കാൻ, കർത്താവിന് വേണ്ടി ദൈവ വചനപ്രകാരം നിൽക്കാൻ, ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ, സ്തോത്രം വിശുദ്ധിയിലും വേർപാടിലും നിലകൊണ്ട് ഏത് സമയത്ത് അരുമനാഥന്റെ വരവ് സംഭവിച്ചാലും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഒരു വ്യക്തിയായി നമ്മെ നിലനിർത്തുവാൻ സ്തോത്രം കർത്താവ് നമ്മെ സഹായിക്കുന്നത് കൊണ്ട്, ജയകരമായ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലവും നാം കർത്താവിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ആമേൻ. ഈ വിഷയങ്ങളുടെ മധ്യേ നാം ആയിരിക്കുമ്പോൾ, ഈ പോരാട്ടത്തിൻ്റെ മധ്യേ നാം ആയിരിക്കുമ്പോൾ ഒരൊറ്റ ഉത്തരമേ നമുക്ക് ഉണ്ടാകാവൂ. ആ ഉത്തരം യേശു ക്രിസ്തു. സ്തോത്രം. ഇതാണ് പൗലോസ് വളരെ വ്യക്തതയോടെ പറയുന്നത്. ആമേൻ. എനിക്ക് ജയം നൽകുന്ന ഒരുവൻ, ഞാൻ സേവിക്കുന്ന, എന്നെ വീണ്ടെടുത്ത, എന്നെ സ്നേഹിച്ച സ്തോത്രം എൻ്റെ യേശു കർത്താവ്, യേശു ക്രിസ്തു മാത്രം. അതെത്ര വ്യക്തതയോടെയാ പൗലോസ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി അതേ വാക്യത്തിൽ അടുത്ത സെന്റൻസിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ കടന്നു പോകുന്ന ഈ പോരാട്ടത്തിൽ എനിക്ക് ജയം നൽകുന്ന ഒരു ദൈവം ഉണ്ട്. സ്തോത്രം. ഈ ജീവൻ്റെ പ്രമാണം, ഇവിടെ വചനം പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രമാണം, എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം നൽകി, എനിക്ക് മോചനം നൽകി. എങ്ങനെയാ എനിക്ക് മോചനം നൽകിയത്? ആമേൻ. സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, ഈ പാപത്തിൻ്റെ പ്രമാണത്തെ, വേറൊരു പ്രമാണത്തെ ജയിക്കുവാൻ നമ്മുടെ ബുദ്ധി കൊണ്ടാകില്ല, നമ്മുടെ കഴിവ് കൊണ്ടാകില്ല,
നമ്മുടെ പ്രാപ്തി കൊണ്ടാകില്ല, നമ്മുടെ ബലം കൊണ്ടാകില്ല. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ. സ്തോത്രം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരത്യന്ത ശക്തിയുണ്ട്, ആത്മാവിൻ്റെ ശക്തിയുണ്ട്. ആ ശക്തി ഞാൻ അനുഭവിച്ചറിയുമ്പോൾ ഞാൻ വിളിച്ചു പറയും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഈ ഭൂമിയിൽ അതിശയത്തോടെ ജീവിക്കുവാൻ, അത്ഭുതത്തോടെ ജീവിക്കുവാൻ എന്നെ മതിയാക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുക. നമ്മെ ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ച് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിൽ ആശ്രയിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും ഞങ്ങളെ കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഓരോ ദിവസവും ഈ പൈശാചിക മണ്ഡലം, പാപത്തിൻ്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളിൽ പോരാടുമ്പോൾ, നമ്മുടെ ഇച്ഛാമണ്ഡലങ്ങളിൽ പോരാടുമ്പോൾ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ പോരാടുമ്പോൾ, സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയാം, യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ആ വിഷയത്തിൻ്റെ മധ്യേ ജയമെടുക്കുകയാ. പലപ്പോഴും മുന്നോട്ട് നീങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ജോലി മേഖലകളിൽ ഉന്നതി നേടണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവം ആഗ്രഹിക്കുന്ന അവിടുത്തെ ഹിതത്തിനനുസരിച്ച് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ പോരാടുന്നത് പലപ്പോഴും എന്നെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുകയോ. ഇരുട്ടിന്റെ ശക്തികൾ ദൈവജനത്തിൽ നിന്ന് അകന്ന് മാറട്ടെ. ഹല്ലേലൂയ. ദൈവ പ്രവർത്തി ഇന്ന് പകൽക്കാലവും ദൈവജനത്തിന്റെ മേല വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ. കർത്താവിന് വേണ്ടി മുന്നേറുവാനും കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാനും ആത്മമണ്ഡലത്തിൽ കർത്താവിനെ യഥാർത്ഥമായി ദർശിക്കുവാനും ആഗ്രഹമുള്ളപ്പോൾ തന്നെ സ്തോത്രം, അതിനെതിരായി പോരാടുന്ന സകല അന്ധകാര മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ജയം നൽകുന്ന, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന യേശുവിന്റെ നാമത്തിൽ ശാസിച്ചകറ്റുകയാണ്. ഈ ബുദ്ധിയുടെ പ്രമാണം കർത്താവേ, അടിയനെയും ജനത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവഹിതമനുസരിച്ച് ഞങ്ങളുടെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ ഹിതത്തിനായി ഞങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ജഡത്തിൻ്റെതായ സ്തോത്രം, ആ പ്രമാണം, അവയവങ്ങളിൽ പോരാടുന്ന വേറൊരു പ്രമാണം, അത് ബദ്ധരാക്കി മുന്നോട്ട് വിടാത്തവണ്ണം തടസ്സപ്പെടുത്തി വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനെതിരായി, ആത്മാവിലുള്ള ജീവിതത്തിനെതിരായി പോരാടുന്ന സാഹചര്യമുണ്ട്. നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തിൻ്റെ വിടുതലിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറട്ടെ. പ്രിയ ദൈവമക്കളുടെ ബിസിനസ്സിനെതിരെ പോരാടുന്ന സ്തോത്രം, എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയോ ഇരുട്ടിൻ്റെ ശക്തികളെയോ, ജോലിക്കെതിരെ പോരാടുന്ന, തലമുറകൾക്കെതിരെ പോരാടുന്ന ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിനെതിരായി പോരാടുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളെയോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എന്ന് പകൽ ശാസിക്കുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവേ, ഇന്ന് പകൽ അടിയങ്ങൾക്ക് ആ വിഷയങ്ങളുടെ മധ്യ ജയം നൽകിയിരിക്കാൻ സ്തോത്രം. അവിടുത്തെ ഹിതം ഞങ്ങളിൽ നിറവേറുമാറാകണമേ. അങ്ങയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനിടയാക്കണമേ. കർത്താവ്, ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം കർത്താവിന് വേണ്ടി ജയോത്സവമായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗരഭ്യവാസന എല്ലാവരിലും പരത്തുവാൻ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുക. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമല്ലോ. ആമേൻ. കർത്താവിൻ്റെ ദാസന്മാരും കൂടി സമയത്ത് മുമ്പോട്ട് കടന്നു വരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ ക്രൂശിനെ ആമേൻ ധ്യാനിക്കുവാനായിട്ട് കഴിയട്ടെ. ആമേൻ. കർത്താവ് യേശുവിനെ സ്വന്തം രക്ഷകനായി ജീവിതത്തിൽ അംഗീകരിച്ച് ആമേൻ വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശുദ്ധിയിലും വേർപാടിലും കർത്താവിന് വേണ്ടി നിലകൊള്ളും.